നിമിഷപ്രിയയുടെ വധശിക്ഷ ദിവസങ്ങൾ മാത്രം. മാധ്യമങ്ങളെ 3 ദിവസത്തേക്ക് വിലക്കണമെന്ന ആവശ്യം. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഓഗസ്റ്റ് 24-നോ 25-നോ നടപ്പിലാക്കുമെന്ന് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ കെ പോൾ. കൂടാതെ മാധ്യമങ്ങളെ 3 ദിവസത്തേക്ക് വിലക്കണമെന്നും പോൾ സുപ്രീം കോടതിയിൽ ആവശ്യം ഉന്നയിച്ചു. നിമിഷപ്രിയയും ഇത് സംബന്ധിച്ച് ആവശ്യം ഉന്നയിച്ചതായാണ് പോൾ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. മോചന ശ്രമത്തിൽ നിന്ന് ഇടപെടുന്നതിൽ നിന്ന് കാന്തപുരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്നും ആവശ്യപ്പെട്ട് കെ പോൾ തന്നെയാണ് കോടതിയിൽ ഹർജി നൽകിയത്. ഇത് നിമിഷപ്രിയയുടെ തന്നെ ആവശ്യമാണെന്നും പോൾ കോടതിയിൽ പറഞ്ഞു. പോളിന്റെ ഹർജിയിൽ അറ്റോർണി ജനറലിന് സുപ്രീം കോടതി നോട്ടീസ് നൽകി. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് യമനിൽ നിർണായക ചർച്ചകൾ നടക്കുകയാണ്. അതിനാൽ ഈ വിഷയത്തിൽ ചർച്ചകൾ വിലക്കണം. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും വിലക്കണം. നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് ഇക്കാര്യം ഉന്നയിക്കുന്നതെന്നും കെ പോൾ കോടതിയിൽ നേരിട്ട് ഹാജരായി ആവശ്യപ്പെട്ടു. ആക്ഷൻ കൗൺസിൽ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും പ്രതികരണങ്ങളിൽ നിന്നും വിലക്കണമെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചിന് മുമ്പാകെ പോൾ ആവശ്യപ്പെടുന്നു. സുഭാഷ് ചന്ദ്രനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കാന്തപുരം പോലുള്ള വ്യക്തികൾ തങ്ങൾ പണം നൽകിയെന്ന് പറയുന്നു, തങ്ങൾ ചർച്ച നടത്തിയെന്നും പറയുന്നു. എന്നാൽ അവരെ താൻ ഒരിക്കലും കണ്ടിട്ടില്ല, അവരുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, അവരിൽ നിന്ന് $1 പോലും ലഭിച്ചിട്ടില്ലെന്നും കെ പോൾ അറിയിച്ചു. അതേസമയം വിധി നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത്. ദയാദനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബം. സൂഫി പണ്ഡിതന്മാരുടെ ഇടപെടലിൽ അവർ വഴങ്ങുകയായിരുന്നുവെന്നാണ് കാന്തപുരം അവകാശപ്പെട്ടത്. വധശിക്ഷ നീട്ടിവെച്ച വിവരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിക്കുകയും ഔദ്യോഗിക വിധിപ്പകർപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടലോ അവകാശവാദങ്ങളോ കേന്ദ്ര സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് പുതിയ തീയതി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. വധശിക്ഷ നീട്ടിവെച്ച് ദിവസങ്ങൾ പിന്നിട്ടെന്നും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും കാട്ടി അബ്ദുൽ ഫത്താഹ് മെഹദി കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിരുന്നു. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളെയും തള്ളുന്നുവെന്നും പറഞ്ഞിരുന്നു. 2017 മുതൽ യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ ജയിലിൽ കഴിയുകയാണ്. 2018-ലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദുൾ മഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയെന്നാണ് നിമിഷപ്രിയയുടെ വാദം. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ശേഷിക്കുന്ന ഒരേ ഒരു മാർഗം.